അപ്പോൾ നമ്മൾ ഇന്നുണ്ടാക്കുന്നത് ഒരു കോഴി ബിരിയാണിയാണ് കേട്ടോ. ഒരു പാൻ വെച്ച് നെയ്യ് ഒഴിച്ചിട്ടേ നന്നായിട്ടൊന്ന് സവാള മൂപ്പിച്ചെടുക്കാം. സവാള വറുത്ത് കോരി അതേ നെയ്യിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് കാഷ്യൂനട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. നമുക്ക് ഗാർണിഷ് ചെയ്യാൻ ആവശ്യം വരും ലാസ്റ്റിൽ. പിന്നെ എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി, പിന്നെ തക്കാളി, സവാള, വേപ്പില, കുറച്ച് ജീരകമൊക്കെ ഇട്ട് നന്നായിട്ട് എന്ത് ചെയ്യാം, ഒരു മസാല. ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ നമുക്ക് വേണ്ടത് 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല വേണം. പിന്നെ അതേപോലെ 1/2 ടേബിൾ സ്പൂണ് നമുക്ക് എന്ത് ചെയ്യാം, കുരുമുളക് പൊടി ആഡ് ചെയ്യാം. കുരുമുളക് പൊടി ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ടത് ബിരിയാണി മസാല, ഒരു ലേശം 1 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല ഇടാം. അതിന് ശേഷം എന്ത് ചെയ്യാം, നമുക്ക് 1.5 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ലേശം മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ മസാല ഒന്ന് നന്നായിട്ട് പച്ചമണം മാറുന്ന വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓരോരുത്തരുടെ ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ നന്നായിട്ട് എന്ത് ചെയ്യാം, ചിക്കനൊന്ന് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഈ മസാലയൊക്കെ നല്ലവണ്ണം ചിക്കനിൽ പിടിക്കുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ഒരു 3 മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. മസാലകളൊക്കെ നന്നായിട്ട് പാകമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമുക്ക് റൈസിൻ്റെ കാര്യങ്ങളിലേക്ക് കിടക്കാം. റൈസ് ഉണ്ടാക്കാം. ഇതിനൊക്കെ ആവശ്യമുള്ള റൈസിലേക്ക് ആവശ്യമായിട്ടുള്ള ഗ്രാമ്പൂ, ഏലക്ക, പട്ട, ജീരകം, കുരുമുളക്, സ്റ്റാർ ഇതെല്ലാം എടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, നമ്മളെ നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു ലേശം സവാളയും ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചും കൂടി ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. റൈസിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മളിവിടെ വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനാവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ 4 ഗ്ലാസ് അരി എടുത്തു. അപ്പോൾ അതിലേക്ക് 6 ഗ്ലാസ് വെള്ളം, 1.5 ഗ്ലാസ് എന്നുള്ള കണക്കിൽ നമ്മൾ 6 ഗ്ലാസ് വെള്ളം എടുത്തു. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് എടുക്കാം. ഉപ്പൊക്കെ ഓരോരുത്തർ ടേസ്റ്റിനനുസരിച്ച് ആഡ് ചെയ്താൽ മതിയാവും. നമ്മുടെ വെള്ളം ഇവിടെ നന്നായിട്ട് വെട്ടി തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് റൈസ് ഇടാം. നമ്മുടെ ചോറിൻ്റെ പ്രിപ്പറേഷൻ ഇവിടെ കഴിഞ്ഞു. നമ്മൾ നന്നായിട്ട് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ദമ്മിടാം. ഇനി എന്ത് ചെയ്യുക, നമുക്ക് നന്നായിട്ട് കിസ്മിസ്, അണ്ടിപ്പരിപ്പ് അതെല്ലാം ചേർത്ത് നെയ്യ് ഒഴിച്ച് നമുക്ക് ദമ്മിടാൻ വെക്കാം. ലേശം മല്ലിയില, പുതിന നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ മേലൊന്ന് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ എല്ലാവരും റെഡി ആയിക്കോട്ടെ. നമ്മളെ ചോറ് ഇവിടെ നന്നായിട്ട് ബിരിയാണി സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ സെർവ് ചെയ്യാണ്. നമ്മളെ ഫ്രണ്ട്സൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, വിളമ്പാം. ഇന്ന് നമുക്കിവിടെ നമ്മുടെ സ്പെഷ്യൽ അതിഥി എത്തിയിട്ടുണ്ട്. നമ്മളെ ഭക്ഷണം കഴിച്ചിട്ട് അഭിപ്രായം പറയും. എങ്ങനെയുണ്ട് മുത്തേ?